I will file the case. എനിക്ക് നന്നായിട്ട് അറിയാം ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ ഇത് വച്ചിട്ട് അവൻ 2-3 ലക്ഷം രൂപ ഉണ്ടാക്കും തിരുപ്പി ஏன் லைவ்ல வந்தான் அன்னைக்கு திருப்பி லைவ்ல வந்த வாய்மூடு பேசிட்டு இருக்கேன் இது சொல்லிட போகிறான் என்னை வந்து ஆக்கிரமிச்சிட்டாரு கையை லாக் பண்ணிட்டாரு நான் பயங்கர மனசு சங்கடத்தில் இருக்கேன் സന്തോഷ് ഭയങ്കര മനസ്സല്ലേ നീ എന്നെ പറ്റിച്ചതാ ഒരു പ്രാവശ്യം പറ്റിച്ചതാണ് എനിക്കറിയാം എന്നാലേ എൻ്റെ സ്നേഹം കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് എല്ലാവരും മുമ്പ് ചുമ്മാ ഇരിക്കും ഇല്ല ഞാൻ വേറെ കാര്യം പൊതുമക്കൾക്ക് വേണ്ടിയാണ് നിനക്ക് വേണ്ടിയല്ല നീ മാത്രമല്ല കേരളത്തിൽ ജീവിക്കുന്നത് നിനക്ക് മാത്രമല്ല അമ്മ ഉള്ളത് ശരി ബാലചേട്ടൻ അവിടെ ചെന്നിട്ട് സംസാരിച്ച് തിരിച്ചിറങ്ങി പോരുകയാണ് സംഭവിച്ചത് വേറെ അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല മാക് എന്ന് പറയുന്ന ആളുടെ അടുത്ത് ചെയ്തു എന്നല്ല പറയുന്നത് അവരുടെ അടുത്ത് സംസാരിച്ചു പിന്നെ തുണി എടുത്തിട്ടു അത്രേ ഉള്ളൂ തെർമോക്കോൾ എത്ര പൈസ പൊളിച്ചോ എങ്ങനെ മുറിച്ചു ഞാനാ ചെയ്തല്ലേ ഞാൻ കണ്ടാണല്ലോ ഒരു പാട്ട് നന്ദിയാരോട് ഞാൻ ചൊല്ലേണ്ടും നന്ദിയാരോട് ഞാൻ ചൊല്ലേണ്ടും இந்த பூமியில் பிறந்த இந்த இதுக்கு மேல போனா ஒன்று ரிவால்வர் நான் அதான் ஃபர்ஸ்ட் அக்செப்ட் பண்ணிட்டேன் ஆட்டம் பாம்பிட்டேன் இப்போ சொல்றாங்க தர்மோகால் தர்மால்கால்ங்கிறது வந்து ஒரு 10 ரூபா கூட கிடையாது இப்போ தர்மால்கால் வேற இறங்கி வந்துட்டாங்க ஃபர்ஸ்ட் வந்து லேப்டாப் ஃபர்ஸ்ட் லேப்டாப் அடுத்து ஃப்ரிட்ஜ் இப்போ தர்மோகால் തുണി അത് ഞാൻ മുന്നേ சொல்லிட்டேன் അത് ബാലേന്ദ്രനാണ് തുണികൾ വലിച്ചിട്ടു എന്നുള്ള കുറച്ച് വായടിക്കോ എന്നെ ആക്കണ്ട സത്യം നീ പോയി വീട്ടിൽ പോയിട്ടോ എല്ലാവർക്കും മനസ്സിലായി 10 പ്രാവശ്യം കാര്യങ്ങൾ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും ബാല എന്തായിരുന്നു തുണികൾക്കിടയിൽ തപ്പുന്നുണ്ടായിരുന്നു വീഡിയോ ഉണ്ടായിരുന്നു തുണിത്തരങ്ങൾ അങ്ങ് വലിച്ച് ഇട്ട രീതിയിലാണ് നമ്മൾ കാണുന്ന വീഡിയോയിൽ കാണുന്നത് എന്തായിരുന്നു സെർച്ചിന്റെ അർത്ഥം ഞാൻ ഇതുവരെ ഗഞ്ച അടിച്ചിട്ടില്ല അവിടെ എന്തെങ്കിലും ഉണ്ടാവുമോ നോക്കിയതല്ല ഈ ക്ലിപ്പിങ്സ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? എനിക്ക് സത്യം പറഞ്ഞാൽ ആറട്ടൻ സത്യം വിളിച്ച് പറഞ്ഞപ്പം ബാല നൈസായിട്ട് നിന്ന് ഊരിപ്പോരുന്നതായിട്ടാണ് തോന്നിയിരിക്കുന്നത്. പിന്നെ റിപ്പോർട്ടർ ആരോ ഒരു ആൾ ചോദിച്ചു എന്താണ് തുണികൾക്കിടയിൽ നിന്നിട്ട് നോക്കിയതെന്ന്. അപ്പോൾ കണ്ടില്ലേ ചിരിച്ചു കൊണ്ടിട്ട് ഒരു മറുപടി ഇതാക്കി ഫണ്ണാക്കി അതൊന്ന് നൈസായിട്ട് ഊരിപ്പോയി. ഇതാണ് പൊതുവേ ബാല ചെയ്യാറുള്ളത്. ഒരു എന്തെങ്കിലും വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ആളോട് ചോദിക്കുമ്പോൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആളപ്പോൾ ഒന്നെങ്കിൽ ആളെ ചാരിറ്റി അല്ലെങ്കിൽ മകളെ കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഇട്ടിട്ട് ആൾ ആ വിഷയത്തിനെ ഡൈവേർട്ട് ചെയ്യും. ഇത് നമ്മൾ സ്ഥിരം ഇൻ്റർവ്യൂസിലും അല്ലെങ്കിൽ ആളെ ഫുൾ പ്രസ് മീറ്റിങ്ങിലും ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളെന്താ പൊട്ടനാ? ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ബാലയുടെ ഒരു സുഹൃത്ത് ലിജേഷ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ വീഡിയോ കാണാനിടയായി. അതിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബാലയുടെ കയ്യിൽ തോക്കുണ്ട്, 2 തോക്കുണ്ട്, ഒന്ന് എയർ ഗണ്ണാണെന്നുള്ളതും പിന്നെ മറ്റൊന്ന് വേറൊരു തോക്കാണെന്നും പറയുന്നുണ്ട്. ലൈസൻസ് ഇല്ലാത്ത തോക്കാണെന്നും അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഒരുപാട് പേര് ബാലയുടെ കയ്യിലുള്ള തോക്ക് കണ്ടിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. സീക്രട്ട് ഏജൻറ്റ്, അതുപോലെ ഒരുപാട് മാധ്യമപ്രവർത്തകർ, ഫിലിം സ്റ്റാർസ് ഇവരെല്ലാവരും ആ തോക്ക് കണ്ടിട്ടുണ്ടെന്നാണ് ആ ചേട്ടൻ പറയുന്നത്. അതുപോലെ തന്നെ എലിസബത്തും മുന്നേയുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെകുത്താൻ്റെ വീട്ടിലോട്ടേക്ക് പോകുമ്പോൾ അദ്ദേഹം തോക്കുമായിട്ടാണ് പോയത്, അതിൻ്റെ സാക്ഷിയാണ് ഞാനെന്ന് പറഞ്ഞിട്ട് പോലും സ്വമേധയാ കേസെടുക്കാത്ത ഒരു പോലീസുകാരൊക്കെയുള്ള ഒരു സൊസൈറ്റിയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ചെറിയൊരു മോഷണം അല്ലെങ്കിൽ ചെറിയൊരു തെറ്റ് ചെയ്താൽ പോലും പട്ടിയെ തല്ലണ പോലെ തല്ലിക്കൊന്ന ഒരുപാട് ന്യൂസുകളൊക്കെ കാണുന്ന സമൂഹത്തിൽ ഇതുപോലെ ഒരു 2 ആൾക്കാരെ വരട്ടാൻ വേണ്ടിയിട്ട് തോക്കുമായിട്ട് വീട്ടിലോട്ടേക്ക് കയറി ചെന്നിട്ട് അതിന് സാക്ഷിയുണ്ടായിട്ട് പോലും അല്ലെങ്കിൽ കുറ്റസമ്മതം പറയുന്ന പോലെ എലിസബത്ത് പറഞ്ഞിട്ട് പോലും കേസെടുക്കാത്ത നീതിപീഠത്തിനോട് ലജ്ജ തോന്നുന്നു. ഇത്രയും അധികം ആൾക്കാർ ഒരാൾക്കെതിരെ ഇത്രയും അലിഗേഷൻസ് പറയുമ്പം അതിലെന്തെങ്കിലും ഒരു കഴമ്പില്ലാണ്ടിരിക്കില്ലല്ലോ. ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ പോലും
ഒരു ഓഫീസേഴ്സും അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ ആരും തന്നെ മുന്നോട്ടേക്ക് വരാത്തതിലാണ് എനിക്ക് വളരെ അത്ഭുതം. ഒരു കോമൺ മാനായ അല്ലെങ്കിൽ കോമൺ വുമണായ എനിക്ക് വല്ലാത്തൊരു അത്ഭുതം തന്നെ. നമ്മളൊരു ചെറിയൊരു ന്യൂസിനെ പോലും വല്ലാണ്ട് പൊലിപ്പിക്കുന്ന മീഡിയാസിനെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇത്ര വലിയ ഒരു ഇഷ്യൂ നടന്നിട്ട് പോലും ഒരാൾ പോലും തിരിഞ്ഞു നോക്കാത്തതിൽ സത്യം പറയാലോ നല്ല വണ്ടറായിട്ടിരിക്കുകയാണ്. എലിസബത്തിൻ്റെ ജീവന് പോലും ഭീഷണിയാണ്. ഒരു എന്താ പറയുക, മരണമൊഴി എന്ന പോലെ എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുക. എപ്പം വേണമെങ്കിലും എന്തും സംഭവിക്കുക എന്നുള്ള രീതിയിൽ എലിസബത്ത് ഒരുപാട് വീഡിയോസ് ചെയ്ത് ഇതുവരെ അത് ഒരു മീഡിയാസോ അല്ലെങ്കിൽ ഒരു ഓഫീസേഴ്സോ ഏറ്റെടുക്കാത്തതിൽ വളരെ കഷ്ടം തന്നെയുണ്ട്. ഇപ്പോൾ ബാലയുടെ ഒരു സുഹൃത്തായ ലിജേഷ് എന്ന് പറഞ്ഞ ചേട്ടന് ഒരുപാട് സത്യങ്ങൾ ഇന്ന് പുറത്തോട്ടേക്ക് വിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് 1-2 വീഡിയോസ് യൂട്യൂബിലുണ്ട്. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് നമ്മുടെ നിയമം കയ്യും കെട്ടി നോക്കി നിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പണത്തിൻ്റെ മീതെ അല്ലെങ്കിൽ ബാലൊരു ആക്ടർ അല്ലെങ്കിൽ ഒരു VIP ആയതുകൊണ്ടാണോ ബാലക്ക് മാത്രം ഇത്ര ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നത്? നമ്മൾ ജീവിക്കുന്ന ഒരേ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ബാലയും. ബാലയ്ക്കുള്ള അതേ അവകാശം തന്നെയാണ് നമ്മൾ ഓരോരുത്തർക്കും ഉള്ളത്. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് സാധാരണക്കാർ വളരെ സമാധാനത്തോടു കൂടിയിട്ട് ജീവിക്കുന്നത്? ഇപ്പോൾ ലിജേഷ് എന്ന് പറഞ്ഞ ചേട്ടൻ പോലും പറയുന്നത് എൻ്റെ ജീവന് പോലും ഭീഷണിയുണ്ട്, എനിക്കും വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം, പക്ഷെ സത്യം പുറം ലോകം അറിയണം എന്ന് വിചാരിച്ചിട്ട് ഓരോരുത്തർ സത്യം പുറത്തോട്ട് വിട്ടിട്ട് പോലും കയ്യും കെട്ടി നിൽക്കുന്ന നിയമമേ, ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറക്കൂ. അവരുടെ എല്ലാവർക്കും നീതി കിട്ടട്ടെ. ചെകുത്താനെയും മാക്കിനെയും ഇതേപോലെ തോക്കിൻ്റെ മുൾമുനയിൽ നിർത്തി ആറാട്ടണ്ണനെ വെച്ച് കളിച്ച ബാലയ്ക്ക് തക്കതായ ശിക്ഷ തന്നെ കിട്ടണം. ഒരു ഇൻ്റർവ്യൂവിൽ ആറാട്ടണ്ണൻ തന്നെ ബാലയുടെ കയ്യിൽ തോക്ക് കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ടത് വളരെ നൈസായിട്ട് മുക്കിക്കളഞ്ഞ ബാലയെയും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കുറ്റവാളി ആരായാലും തെറ്റ് ചെയ്തത് ആരായാലും ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. എന്നെപ്പോലൊരു വ്യക്തിയൊന്നും ഇവിടെ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മളെ വാക്കുകൾ പോലും ആരും കേൾക്കാനില്ല. ഇപ്പോൾ ഈ വീഡിയോ തന്നെ എത്ര പേര് കാണും കേൾക്കും എന്നുള്ളത് അറിഞ്ഞൂടാ. എങ്കിലും നമ്മളിങ്ങനെ ഓരോ വീഡിയോസ് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഓരോ കാര്യങ്ങളുണ്ടാവില്ലേ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ അഭിപ്രായങ്ങൾ, അതൊരു കമൻ്റായിട്ട് ഇടുന്നതിലും നല്ലത് എനിക്ക് സംസാരിക്കാനൊരു വോയിസ് ഉണ്ട്, അപ്പോൾ എനിക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ അത് മാക്സിമം യൂസ് ചെയ്യാന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ എൻ്റെ ചാനലിനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഇവർക്കെല്ലാം നീതി വാങ്ങിച്ചു കൊടുക്കണം. ഇനിയും നമ്മുടെ മലയാളികളെ പറ്റിച്ച് ഇതുപോലെ ഒരാൾ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിൽ ആ ആളെ നന്മ മരത്തിൽ നിന്ന് അയാളുടെ തനി നിറത്തിലേക്ക് നമുക്ക് കൊണ്ടുവരണം. അത് ഓരോരുത്തർ വിചാരിച്ചാൽ നടക്കുമെന്ന് ചോദിച്ചാൽ അതിന് എനിക്ക് ഉത്തരവില്ല. പക്ഷേ ഇതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന നമ്മുടെ അധികാരികൾ, നമ്മുടെ മീഡിയാസ് എല്ലാവരും ഈ ഒരു വിഷയം വളരെ ഗൗരവത്തോടു കൂടിയിട്ട് സമീപിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. ഇതിൽ എഫക്റ്റായ എല്ലാവർക്കും നീതി കിട്ടണം. അതുപോലെ തന്നെ ലിജേഷ് ഏട്ടൻ്റെ വീഡിയോയും ഞാൻ ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. നിങ്ങളതും കൂടി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നമസ്കാരം. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ വീഡിയോ ഞാനത് ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് അതിനെപ്പറ്റി അറിയില്ല. നമ്മൾ മറ്റൊരാളുടെ പേര് പരാമർശിക്കാൻ പാടില്ല, ഡിഫമേഷന് വേണ്ടി കേസ് എടുക്കും എന്നൊക്കെ ഒരു പ്രമുഖ നടൻ പറയുന്നത് കേട്ടു. അപ്പോൾ എനിക്കും പേടിയായി, എന്ത് ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ. പണവും സ്വാധീനം ഉണ്ടെങ്കിൽ നമുക്ക് ഈ നാട്ടിൽ എന്തും ചെയ്യാമെന്ന് കുറേ പേര് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ കുറേ പോയിന്റ്സ് ഒക്കെ ഞാൻ നോക്കി വെച്ചിട്ടാണ്. കാരണം നമ്മളിതിലൊരു ഒരാളെ നമ്മൾ ഇകഴ്ത്തി കാണിക്കരുത്. പക്ഷേ അതേസമയം എനിക്ക് പറയാനുള്ള സത്യങ്ങൾ പറയാൻ വേണം. കാരണം ഞാനങ്ങനെ ഭയപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. കാരണം ആദ്യം ഞാൻ ഈ പ്രമുഖ നടൻ, നമുക്ക് അയാൾ എന്താ വിളിക്കും ഇപ്പോൾ, അണ്ണ. ഈ അണ്ണൻ പണ്ട് ഇദ്ദേഹം ഒരു തട്ടിപ്പാണോ ഒരു ഫ്രോഡാണോ എന്നൊക്കെ ഉള്ളതിന് ഉത്തമ ഉദാഹരണങ്ങൾ നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അറിയാം. ഇദ്ദേഹത്തിന് ഒരു ഡോക്ടർ പദവി കിട്ടിയിരുന്നു.
അത് വലിയ ആഘോഷമായിട്ട് പറഞ്ഞിരുന്നു. ഒരു പ്രസ് മീറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ കിടക്കുന്നുണ്ട്. അതിനുശേഷം അത് കാശ് കൊടുത്ത് വാങ്ങിയതാന്ന് തെളിഞ്ഞു. ദെൻ ഞാൻ അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയിലെന്തോ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ ഒരു ലേഡിയുടെ ഏതൊരു വീഡിയോ ആണ്. അതിൽ പറയുന്നുണ്ട് സിനിമ ആക്ടേഴ്സിനാണെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടും ഈ ഡോക്ടറേറ്റ്. ഇവിടെ ഷാറുഖ് ഖാൻ കിട്ടിയ പോലത്തെ പരിപാടി ഫ്രീ ആയിട്ട് കിട്ടുന്നു. ഷാറുഖ് ഖാൻ കിട്ടിയത് നല്ല സംഭവമാണ്. ഇദ്ദേഹത്തിന് നമ്മൾ സാധാരണക്കാരൊക്കെ പോയി ചോദിച്ച് ഒരു അവാർഡ് തരൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 40,000 കൊടുക്കേണ്ടി വരും കേട്ടോ. അതിന് 40,000. ഓക്കെ, 40,000. അപ്പോൾ ഡോക്ടർ പദവി കഴിഞ്ഞു. പിന്നെ ഇദ്ദേഹം എന്നെ ഈ പ്രമുഖ ആക്ടർ, ഞാൻ ഇത്രയും കാര്യങ്ങൾ വെളിപ്പെടുത്തലൊക്കെ പറയുമ്പോൾ എന്നെ അറിയില്ല എന്ന് പറയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ഈ ആക്ടറിന്റെ കുറെ ബർത്ത്ഡേ വീഡിയോസ് ഒക്കെ ഉണ്ട്. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. പിന്നെ ഈ ആക്ടർ ഒരു സർജറി ഇതായിട്ട് അമൃതയിൽ അഡ്മിറ്റ് ആയിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിനോട് ഞാൻ നിന്നിരുന്നത്. അപ്പൊ അതിൽ മീഡിയക്കാരെ കറിഞ്ഞ സമയത്ത് സ്റ്റാർട്ടിങ്ങില് ഒരു ഇന്റർവ്യൂലൊക്കെ എന്റെ ഫേസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനും പറയുന്നുണ്ട് ആൾക്ക് കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ആ സമയത്ത് ഒരു കോമഡി എന്ന് പറയുന്നത് നമ്മുടെ ആറാട്ടണ്ണൻ അറിയാലോ. അദ്ദേഹം ഇവിടെ ഈ നടന്റെ അടുത്ത് വന്നിട്ട് എന്നെ പരിചയമുണ്ട്. ഞാൻ അവിടെ ഉള്ളതാണല്ലോ. ഇപ്പോഴും ഇദ്ദേഹത്തിന് വാതിൽ തുറന്നു കൊടുക്കുന്നത് ഈ പറഞ്ഞ ബിഹൈൻഡ് വുഡ്സിനും ഈ പറഞ്ഞ ആൾക്കാർക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നത് ഞാനാണ്. അപ്പൊ അങ്ങനെ എനിക്ക് ആറാട്ടണ്ണനെ അറിയാം. ആറാട്ടണ്ണന്റെ വാക്ക് കാരണം ഈ പറഞ്ഞ ആക്ടർ തന്നെ ഒരു വട്ടം എന്താ പറയാ അദ്ദേഹം ഒരു മെന്റൽ പേഷ്യന്റ് ആണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അസുഖങ്ങളുള്ള ഒരാളാണെന്ന് പ്രൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. വൺസ് ഈ തോക്ക് കേസിലൊക്കെ ഉണ്ട് കേട്ടോ അദ്ദേഹം. അപ്പൊ അവനെ പ്രൂവ് ചെയ്തുകൊണ്ട് ഈ ആറാട്ടണ്ണൻ എന്നെ ഈ വിവരം അറിഞ്ഞു, ഈ ആക്ടറിന്റെ കാര്യം അറിഞ്ഞിട്ട് ആറാട്ടണ്ണനെ വിളിക്കുന്നത് അല്ല, ഞാനാണ് അങ്ങോട്ട് വിളിക്കുന്നത്. ഞാൻ വീഡിയോയിൽ നമ്മൾ റീസെന്റ് ആയിട്ട് നമ്മൾ നോക്കാണ് എന്താണ് ഈ ആക്ടറിന്റെ ഗതി, എന്താണ് സോഷ്യൽ മീഡിയ പറയുന്നത് നമ്മൾ നോക്കിയപ്പോൾ ആറാട്ടണ്ണന്റെ ഒരു ബൈറ്റ്. ഇദ്ദേഹം ഞാൻ അവിടെ ചെല്ലുമ്പോൾ എപ്പോഴും കുടിയാണ്, അവിടെ ഒരാളല്ല പല ആൾക്കാർ കാണാറുണ്ട് എന്ന് പറയുന്നു. ആറാട്ടണ്ണൻ ചിലപ്പോൾ എന്നെ കണ്ടറിയായിരിക്കും. അപ്പൊ ഇത് കണ്ടിട്ട് ഞാൻ ആറാട്ടണ്ണനെ ഞാൻ തിരിച്ചു വിളിച്ചു. അദ്ദേഹം പറഞ്ഞു എന്താണോ താൻ അങ്ങനെ കാണിച്ച്, താൻ നമ്മുടെ കൂടെ ഇരുന്ന് മദ്യപിക്കുക. അയാൾ മദ്യപിച്ചിട്ടില്ല കേട്ടോ. അദ്ദേഹം നമ്മുടെ അടുത്ത് വന്ന് നിങ്ങളെ വിശ്വസിച്ചല്ലേ നമ്മൾ റൂമിൽ കയറ്റിയത്, വീട്ടിലോട്ട് കയറ്റി തന്നിട്ട് താൻ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ഒരാൾ അങ്ങനെ ഒരു രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ അദ്ദേഹം ഭയങ്കര കുടിയായിരുന്നു പറയാൻ പാടുണ്ടോ എന്ന് വെച്ചപ്പോൾ ആറാട്ടണ്ണൻ എന്നോട് പറയാ അന്ന് ഞാനത് മാറ്റി പറയട്ടെ എന്ന്. അപ്പൊ അത്തരത്തിലുള്ള ഒരാളെ പറ്റി നമ്മൾ എന്താ പറയാ, അത് വിട്ടേക്കട്ടോ, അടുത്ത കേസ് പറയാം. പിന്നെ ഈ നമ്മൾ പണ്ട് ഒരു പുരാവസ്തു തട്ടിപ്പിന്റെ ഒരാളുടെ കാര്യമുണ്ട്. അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്ന കുറേ അധികം സാധനങ്ങൾ ഇദ്ദേഹത്തിന്റെ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ സഹോദരി എലിസബത്ത് കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനു മുമ്പ് ഞാനൊരു സഹോദരിയായിട്ട് കണ്ടിട്ടുള്ള അമൃതയും അത് കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. ഓക്കെ, അവർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, കൊല്ലത്തൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അമൃത ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടെ പോയി. ആ സമയത്ത് അവിടെ ബഹുമാനപ്പെട്ട MLA ആരിഫ് വരെ അവിടെ ഇദ്ദേഹത്തിന് വേണ്ടി പോസ്റ്റ് ആക്കിയിരിക്കുക. അദ്ദേഹത്തിന് വരെ പോസ്റ്റ് ആക്കാൻ ആള്. അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാവരും അവിടെ വെയിറ്റിംഗ് ആണ്, നമുക്ക് പോവാം എന്ന് പറയുമ്പോൾ പതിയെ ചെന്നാലേ വെയിറ്റ് ഉണ്ടാകുള്ളൂ, അവൻ വേണമെങ്കിൽ അവിടെ ഇതാവട്ടെ എന്നാണ് ഈ പറഞ്ഞൊരു സുപ്രധാന താരം. ഇദ്ദേഹം ഒരു കംപ്ലീറ്റ് ആക്ടറാണോ, നമ്മുടെ ലാലേട്ടന്റെ പോലത്തെ ആക്ടർ അല്ല. ഇദ്ദേഹം തിരശ്ശീലയിലല്ല, ലൈഫിലാണ് ആക്ടർ. ഓക്കെ, ഞാൻ പറയാനുള്ളത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പൊ ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരാൾക്കും അമർഷം തോന്നും. കാരണം സ്ത്രീ നിയമത്തെ പറ്റി, സ്ത്രീകൾക്കുള്ള സുരക്ഷയും നിയമത്തെയും പറ്റി വളരെയധികം സംസാരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു നാടാണ് കേരളം, ഈ സമൂഹം. എന്നിട്ട് ഇവിടെ ചിലപ്പോൾ എന്താ നമ്മളൊരു കീഴ്വായു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് എന്തൊക്കെ ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. അതായിരിക്കും നാളത്തെ ഇവിടെ മാപ്രകളുടെ പ്രധാനമായിട്ടുള്ള കാര്യം. ഞാൻ മാപ്രകളെ കുറ്റം പറയുന്നതല്ല, എന്തുകൊണ്ടാണെന്ന് അറിയോ, ഇത്രയും ദിവസം കഴിഞ്ഞ മാർച്ചോടെയാണ് എന്റെ സഹോദരി എലിസബത്തിന്റെ വീഡിയോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുവരെ കണ്ടു കഴിഞ്ഞിട്ട് 1-2 മൂപ്പൻ ബ്ലോഗ്സ്, അതേപോലെ അനന്തു, അദ്ദേഹത്തിന്റെ പേരൊക്കെ ഒരു സുപ്രധാന നടൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഡിഫമേഷൻ കേസ് വരുന്നു പറഞ്ഞിട്ട്. എലിസബത്ത്, അങ്ങനെ കുറച്ച് പേര്, ചെകുത്താൻ, സാത്താൻ, പിന്നെ എന്തൊരു BV അങ്ങനെ എന്തോ പറഞ്ഞു, കുറച്ച് ഞാൻ എല്ലാം കണ്ടിട്ടില്ല, കുറച്ചുപേര് ഇവര് പോസ്റ്റ്. അപ്പൊ ഇവരുടെ കുറച്ച് പേരുകൾ മാത്രം എടുത്തു വെച്ചിട്ട് എന്താണ് ഉദ്ദേശം ഒന്നുമില്ല. ചാനൽ കൂട്ടിക്കുക, അല്ലെങ്കിൽ അവർക്കെതിരെ പറയുന്ന ആളുകളുടെ വാ പൊത്തുക, ഇത് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടിട്ട് ഈ മാധ്യമ പ്രവർത്തകർ ഞാൻ ആലോചിക്കുക, ഒരു കമ്മീഷണർ ഓഫീസിന്റെ പുറത്തോട്ട് വന്നിട്ട് അതിന് പുറത്തുനിന്ന് ഓപ്പൺ ആയിട്ട് പറയാണ് തല്ലും പില്ലും എന്തൊക്കെ ചെയ്യുന്നത്. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തുന്നുണ്ട് പല സ്ഥലത്തും. ഒരു പക്ക ഡ്രാമ. ഈ സുപ്രധാന നടൻ പണ്ടൊരു പടം ചെയ്തിട്ടുണ്ട്, അത് ഫ്ലോപ്പ് ആയിരുന്നു. അതേപോലെ തന്നെയായിരുന്നു ഡ്രാമ പൊട്ടിപ്പോയി എന്നാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് മിണ്ടാതിരിക്കുന്നത് ഇദ്ദേഹം? ഞാൻ ഇദ്ദേഹത്തിനെ പൈസ വാങ്ങാനതിന് വേണ്ടിയിട്ട് നല്ലതന്നെ. എനിക്കൊരു പ്രോജക്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇത്തരത്തില് വാക്കിന് നിറവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയുടെ കൂടെ നിന്ന് പടം ചെയ്താൽ അത് അവിടെ എത്തും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇതിന്ന്. പിന്നെ ഇദ്ദേഹത്തിന്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് അത്തരൊരു പ്രോജക്റ്റിൽ അദ്ദേഹത്തിന്റെ കൂടെ പങ്കെടുക്കണം തോന്നിയില്ല. ഈ പറഞ്ഞ സുപ്രധാന നടൻ എന്നാണോ റൂമിലേക്ക് ഷിഫ്റ്റ് ആവുന്നത് ആ ദിവസം എന്റെ സഹോദരി എലിസബത്തിന്റെ അതുവരെയുള്ള കണക്കും കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. ആ പോകുന്ന സമയത്ത് ഞാൻ ഒരു വാക്കം പറഞ്ഞു, മോളെ ഇവിടെ നിന്ന് പണി കിട്ടും, 8ന്റെ പണി വരുന്നു. അന്ന് അവർ കേട്ടില്ല, അവർ ചിലപ്പോൾ ബുദ്ധിശൂന്യതയായിരിക്കാം. കിട്ടുമ്പോൾ അവർക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ,
ഈ സുപ്രധാന നടൻ പറഞ്ഞത് എന്റെ സഹോദരി ഇങ്ങനെ അവിടെ കാണണ്ടായപ്പോ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് അവളെ എന്നെ പറ്റിച്ച് 25 ലക്ഷം കണ്ടവളെ പോയിട്ടാ എന്നാണ് പറഞ്ഞത്. ഞാനിപ്പോ ഇങ്ങനെ പല ആൾക്കാരുടെ ശബ്ദമൊക്കെ എടുക്കട്ടെ, അത് ക്ലിയർ ആവുന്നുണ്ടോന്ന് അറിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ നാട്ടിലിപ്പോ സംസാരിക്കാൻ പറ്റില്ല, ഒരു കാര്യം സംസാരിക്കാൻ പറ്റില്ല. സത്യം കണ്ടാലും വിളിച്ചു പറയാൻ പറ്റാത്തൊരു നാടായി മാറി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇവിടെ എല്ലാവരും ഇല്ല, പണത്തിനാണ് ഇവിടെ വില എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഞാനീ പറഞ്ഞില്ലേ, ഞാൻ ഈ പറയുന്ന യൂട്യൂബ് ചാനൽ വരെ നാളെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഈ കാണുന്ന നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് എത്ര സ്ഥലത്തേക്ക് ഇത് ഷെയർ ചെയ്യാൻ പറ്റും. ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ട്, മൂപ്പൻ ബ്ലോഗ്സും ഒരുപാട്. ഞാൻ കുറെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. സീക്രട്ട് ഏജന്റ് സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ സീക്രട്ട് ഏജന്റിന്റെ പേര് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തോക്ക് കണ്ടിട്ടുണ്ട്. തോക്കാണ്, ഓലപ്പടക്കല്ല, തോക്ക്. ഒരാളെ കളിത്തോക്ക് കൊണ്ട് പോലും ചൂണ്ടുന്നത് തെറ്റായിട്ടുള്ള നാട്ടില് തോക്ക്. പണം മതിന്ന്, പവർ മതിന്ന്. അല്ലെങ്കിൽ കുറെ പിന്നെന്താ പിന്നെ കുറെ ആൾക്കാരുണ്ട് യൂട്യൂബ്. എനിക്കറിയില്ല എലിസബത്ത് ഇവിടെ ഇത്രയും നേരം തൊള്ള തുറന്നിട്ടും ഈ കരഞ്ഞിട്ടും വിലപിച്ചിട്ടും ഒന്നും കിട്ടാത്തൊരു നീതി എങ്ങനെയാണ് കമ്മീഷണർ ഓഫീസിന്റെ മുമ്പിൽ കറക്റ്റ് അദ്ദേഹം കംപ്ലൈന്റ് കൊടുത്തു വരുമ്പോ എനിക്കറിയില്ല ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. ഇതൊക്കെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യം. അതിന്റെ മുമ്പിൽ ഒന്ന് വെല്ലുവിളിക്കാണ് നിയമത്തിനെ. എടി പോടി എന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നത് എന്താണല്ലേ നാട്. ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ പ്രതികരിക്കുന്നത്. പിന്നെ ഞാൻ അവിടുന്ന് ഇത് കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ഈ കണക്കും കേസും കാര്യങ്ങളെല്ലാം കൊടുത്ത് എലിസബത്തിന് കൊടുത്ത് ഞാൻ തിരിച്ചു പോന്നപ്പോ എനിക്കെതിരെ പറഞ്ഞ എന്താണെന്നറിയോ, ഞാൻ പീഡകനാണ്, എനിക്ക് പെണ്ണ് കൂട്ടി കൊടുക്കലാണ് പരിപാടി. ഞാൻ അദ്ദേഹത്തിന്റെ കുറെ കാശ് തട്ടിച്ചുകൊണ്ട് പോയിരുന്നു. ഡോണറിന്റെ കേസിൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് 1 രൂപ പോണെങ്കിൽ ചില വാക്കുകളൊന്നും ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. എനിക്ക് അദ്ദേഹത്തിന്റെ കാശ് കണ്ടിട്ടല്ല ഞാൻ നോക്കിയാൽ. ആ സുപ്രധാന നടൻ കംപ്ലീറ്റ് ആക്ടർ, അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ, ഇനി എനിക്ക് ഏതെങ്കിലും ഒരു പണം ചെയ്താൽ മതി, എന്തെങ്കിലും ചെയ്ത് ഞാൻ എന്താണെന്ന് പ്രൂവ് ചെയ്യാൻ എനിക്കറിയാം. ആ രീതിയിലാണ് ഞാൻ മാത്രം ഉദ്ദേശിച്ചാണ് ഞാൻ അദ്ദേഹത്തിലോട്ട് എത്തുന്നത്. അപ്പൊ ഇതേപോലത്തെ ഒരു നാട്ടിൽ എന്താണ് പറയുന്നത്, എലിസബത്ത് ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് ഒരാള് പോലും ഒരു കാര്യത്തിനോ സ്വമേധിയ കേസെടുക്കാവുന്ന എത്രയോ വകുപ്പുകളുണ്ട്. ഒരു സ്ത്രീ എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ റേപ്പ് എന്നുള്ള വാക്കൊന്നും പറയാൻ പാടില്ല. അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ ഒരു സ്ത്രീ ഇരുന്ന് പറയാണ്, ലൈവായിട്ട് പറയാണ് അവര്. ഇങ്ങനെയൊക്കെ ഞാൻ അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ എവിടെ നീതി? ഇതാണോ കാവ്യനീതി? അല്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ കമന്റ്സ് കുറച്ച് വായിച്ചിരുന്നു. അപ്പൊ അതിൽ എന്തുകൊണ്ടാണ് പറയുന്നത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നു. ഇതെല്ലാം നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാള്, ഞാനിപ്പോ ഇത് എവിടെയെങ്കിലും പോയി പറഞ്ഞാൽ എനിക്കറിയില്ല അവിടെ എന്തൊക്കെ നടക്കും. ഒരു കോടതിയുടെ പേപ്പറിൽ വരെ, ഇപ്പൊ നമ്മുടെ ഇന്നത്തെ കാലത്ത് നാട്ടിൽ പല നടക്കും. കോടതിയുടെ പേപ്പറിൽ വരെ പേപ്പർ മാറ്റാം, വ്യാജ സൈൻ ഇടാം, ഇത്തരം പരിപാടികൾ നടക്കുന്ന ഒരു നാട്ടില് ഞാനെങ്ങനെയാണ് ഞാൻ സ്റ്റേറ്റ്മെന്റ് ഞാൻ കൊടുക്കുന്നത്? എനിക്ക് പേടിയാണ്. ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് തന്നെയാണോ ആ പേപ്പറിൽ വരാൻ എനിക്ക് ഉറപ്പില്ല. ഞാൻ പറയുന്ന ഒരു വാക്ക് മാറിക്കഴിഞ്ഞാൽ സംഭവം മാറും, ചിലപ്പോൾ ഞാൻ പ്രതിയാവും. അപ്പൊ ഇത്തരം ഒരു നാട്ടിൽ നമുക്കൊരു സുരക്ഷയില്ല, സ്ത്രീകൾക്ക് ഒട്ടുമില്ല ഞാൻ പറയുന്നു. ഇനിയിപ്പോ എന്റെ കാര്യം അറിയാം, ഞാനിപ്പോ എത്ര നാളുണ്ടാവും, വണ്ടി ഇടിച്ചാണോ ചാവണേ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. തോക്കൊണ്ടൊക്കെ വെടികൊണ്ട് ചാവുകയാണെങ്കിൽ പൊളിച്ച്. ഇന്ന് വരെ ഞാൻ ആദ്യമായിട്ട് തോക്കാണ്, ഞാൻ തോക്കൊണ്ടാണ് ഞാൻ ചാവണമെങ്കിൽ ഒരു RIP ലിജേഷ് ബ്രോ എന്ന് പറഞ്ഞ എല്ലാവരും അടിച്ചേക്കണം കേട്ടോ. ഈ ചിരിച്ചിരിക്കുന്ന ഈ ഫോട്ടോ വെച്ചാൽ മതി. അപ്പൊ ഞാൻ പറ്റിച്ചു പോയി. ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. ഒരാൾക്കെതിരെ നമ്മൾ പ്രതികരിക്കാൻ നിന്ന് എന്താ ഉണ്ടാവുന്നത്? നമ്മളെ വ്യാജ കേസിൽ കൊടുക്കാം. ഈ ചെകുത്താന്ന് പറഞ്ഞ ആൾ പറഞ്ഞു, അജുൻ എന്താണ് കുഴപ്പം? അദ്ദേഹത്തിനെ കണ്ടിട്ട് അയാളുടെ രൂപത്തിനെ വിലയിരുത്തിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾ വിലയിരുത്തിയിട്ടാണോ? അയാൾ പറയുന്നത് സത്യമല്ലേ? അതൊന്നും നോക്കാൻ ഇവിടെ ആരുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റിങ്ങനെ ഒരു പ്രസ് മീറ്റിലേക്ക് ഇത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് എങ്ങനെ അവിടേക്ക് എത്തേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ വിളിച്ചെത്ര മാധ്യമക്കാർ വരുമെന്ന് എനിക്കറിയില്ല. ഇനി ഈ മാധ്യമക്കാർ ഒരു പ്രസ് മീറ്റ് വെച്ചിട്ട് അവിടേക്ക് എനിക്ക് എത്താൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. അതോ എത്തി ഞാനെല്ലാം പറഞ്ഞാൽ തിരിച്ചു വരുമെന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് ഭീഷണിയുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഒരു സുപ്രധാന നടന്റെ ഞാൻ ഇതിനു മുമ്പ് ഒരൊറ്റ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് അതിന്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല എന്ന് വെച്ചിട്ട് എനിക്ക് അത് റിയാക്ട് ചെയ്തിരിക്കാൻ പറ്റില്ല. ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്, ഞാൻ കണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിൽ തെളിവ് എവിടെയെന്ന് വെച്ചാൽ ഞാൻ ഫോട്ടോ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. ഞാൻ കണ്ട കാര്യം ഇത് എവിടെയും പറയും. ഞാൻ ഏത് നിയമവ്യവസ്ഥയും മുമ്പിലും പറയാൻ ഞാൻ തയ്യാറാണ്. പോലീസിനോടാണെങ്കിലും ബഹുമാനപ്പെട്ട കോടതിയിലും എവിടെയും ഞാൻ പറയാൻ തയ്യാറാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു സ്വാധീനം വെച്ചിട്ട് നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അട്ടിമറിക്കപ്പെടുമെന്ന് വരെ എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ കൂടെ നിന്നിട്ടുള്ള ആളാണ്. എനിക്ക് പല കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം എന്താണ് സംഭവിക്കുന്നത്. ഇനി ഇങ്ങനത്തെ ഒരു സംഭവം ഒരാൾക്ക് സംഭവിക്കരുത്. ഇപ്പൊ ഈ പറഞ്ഞ എന്റെ സഹോദരി എന്ന് പറയുന്ന എലിസബത്തിനും അതിനു മുമ്പ് വിക്ടിമായിട്ടുള്ള കുറെ പേരുണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ ആരെ പേരൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. അപ്പൊ അവർക്കും പിന്നെ എന്റെ ഉദ്ദേശം ഇത് മാത്രമേ ഉള്ളൂ. പണവും സ്വാധീനം കൊണ്ട് ഇവിടെ ഒരു കാര്യങ്ങളും ഒരു സത്യങ്ങളും മറച്ചു വെക്കപ്പെടരുത്. എല്ലാം പുറത്തേക്ക് വരണം. അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ നമ്മുടെ നിയമ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കണം. അതിന്റെ പരിരക്ഷ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കണം. അതിന് ആരൊക്കെ ഇരകളായിട്ടുണ്ടോ, എന്തൊക്കെ ഇരകളായിട്ടുണ്ടോ അവരുടെ എല്ലാ കാര്യങ്ങളും അവർക്കൊരു നീതി ലഭിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറഞ്ഞൊരു സുപ്രധാന നടന്റെ ഇഷ്യൂല് ഒരുപാട് കേസുകളുണ്ട്. എത്ര കേസുകളാ. ഈ പറഞ്ഞ ആക്ടറിന് അണ്ണാച്ചിക്ക് ഒരു വലിയൊരു ഗുണ്ടാപട തന്നെയുണ്ട് എല്ലാ സ്ഥലത്തും അദ്ദേഹം പറയുമ്പോൾ ചെയ്യാൻ. അത് എനിക്ക് തോന്നുന്നു അവര് പൊട്ടന്മാരായിട്ടാന്ന് തോന്നുന്നു. നിന്ന നിപ്പല് എന്താ പറയാ, അഴയില് കിടക്കുന്ന കൗബീനം എന്ന് പറഞ്ഞാൽ പലർക്കും അറിയുമെന്ന് അറിയില്ല. ഞാൻ വാക്ക് ഉപയോഗിച്ചിട്ട് നാളെ എന്റെ പേരിൽ എന്തൊക്കെ വരുന്ന എനിക്കറിയില്ല. 14 കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. കൗബീനം കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ്. അതിന്റെ 2 വള്ളിയുണ്ട്. അതിന്റെ ഒരു കെട്ടിയിട്ട് അഴയമിട്ട് എന്താ അവസ്ഥ എന്നറിയോ? അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും. ഒരവസ്ഥയാണ് ഈ പറഞ്ഞ സുപ്രധാന നടൻ. അത് എപ്പോഴാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് മാറ്റുന്നത്, എവിടെയാണ് പണി കിട്ടുന്നതെന്ന് ഒരാൾക്ക് പോലും പറയാൻ പറ്റില്ല.
ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് അറിവുള്ള കാര്യങ്ങളാണ്. അത് ഞാൻ പറയുന്നത് ഈ പറഞ്ഞ അണ്ണന്റെ സർജറി ആയിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ നിൽക്കുന്നത്. ഇദ്ദേഹം ഇതിനു മുമ്പ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഈ മീഡിയ കൂടെ അറിയുന്നതിനൊക്കെ മുമ്പ് തന്നെ 10 ദിവസം മുമ്പേ ഇദ്ദേഹം അഡ്മിറ്റ് ആയിരുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ സ്ഥിതി വളരെ വഷളായിരുന്ന ഒരു സമയമായിരുന്നു. അതിനുശേഷം അതിൽ നിന്ന് അദ്ദേഹം ഏകദേശം റിക്കവറായി വന്നിരുന്നു. ആ സമയത്ത് ഇദ്ദേഹം പുറത്തേക്ക് പോകണം, ഇതേപോലെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആദ്യമേ പൈസ വാങ്ങിയതാണ്, അവിടേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമതും ഒരു വെള്ളിയാഴ്ച അവിടുന്ന് ഡിസ്ചാർജ് ആയിട്ട് മൺഡേ വന്ന് നമ്മൾ തിരിച്ചു കയറിക്കോളാം ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് എന്ന രീതിയിലാണ് ഇദ്ദേഹം പോകുന്നത്. ഇദ്ദേഹം അതിനുശേഷം പോയതിനു ശേഷം ഞാൻ 2-3 days ഞാൻ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാനും എന്റെ കാര്യങ്ങൾക്കായിട്ട് ഞാൻ വീട്ടിലോട്ടും കാര്യങ്ങളും എനിക്ക് കുറച്ച് മീറ്റിംഗ് കാര്യങ്ങളും പ്രൊഡ്യൂസർ കാണാനും അങ്ങനെ കേട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ അവിടെ പോയി. അപ്പൊ ആ സമയത്ത് ഇതേപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു പയ്യൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ പയ്യനൊക്കെ വന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവന്നല്ല, ഒരു സഹായത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ അവന് ഈ ബീവറേജിലൊന്നും പോയി സാധനം ഒന്നും വാങ്ങാൻ പറ്റില്ല, കാരണം അദ്ദേഹത്തിന് പ്രായമില്ല, ആ വ്യക്തിക്ക് ഒരു 10-17 വയസ്സൊക്കെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാനാണ് പോയത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മോർഫ്യൂസോ അങ്ങനെ എന്തോ ഞാൻ 2 ഞാൻ വാങ്ങി കൊടുത്തിട്ടാണ് പോയത്. പിന്നെ അതിനുശേഷം അവിടെ കുപ്പികൾ വന്നിട്ട് ആ ഒരു ആഴ്ചയിൽ ഫുള്ള് ടൈറ്റ് ആയിരുന്നു അദ്ദേഹം അടിച്ച്. അപ്പോ ഇതേപോലെ ഒരു ക്രിട്ടിക്കൽ ഇതിലിരിക്കുന്ന അദ്ദേഹം പിന്നെ അടിക്കാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആരോഗ്യനില എത്രമാത്രം വഷളാവും. അതിനുശേഷം ഇദ്ദേഹം എന്നെ വിളിച്ചു. ആ സമയത്ത് ഞാൻ അവിടെ കാസർഗോഡ് അവിടെ എന്ത് പറഞ്ഞു, ഒരു ട്രെയിൻ യാത്രയിലാണ്. ഏടാ ലിജേഷേ, നമുക്ക് ചെന്നൈ വരെ ഒന്ന് പോകണം, നിന്റെ ID കാർഡും ആധാർ കാർഡും ഒന്ന് അയക്കി ടിക്കറ്റ് എടുക്കാനാ എന്ന് പറഞ്ഞു. അല്ല, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ സൗണ്ടാണ് എനിക്ക് ഇരിക്കുന്നുണ്ടോ, വേറെ ഒന്നും വിചാരിക്കില്ലേ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അയച്ചു കൊടുത്തില്ല എന്റെ ഭയത്തിന്. അതിനുശേഷം ഞാൻ ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ പറയപ്പെടുന്ന ആ ഗസ്റ്റ് ഹൗസിലോട്ട് ഞാൻ എത്തുകയാണ്. അവിടേക്ക് എത്തുമ്പോൾ ഇദ്ദേഹത്തിന് ഒരുപാട് സുഹൃത്തുക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം പറയാലോ, അണ്ണൻ എനിക്ക് ചോറൊക്കെ വാരി തന്നു, ഞാനും അദ്ദേഹത്തിന് ചോറൊക്കെ വാരി കൊടുത്തു. അപ്പോഴേക്ക് ഇദ്ദേഹം വെള്ളത്തിൽ തന്നെയാണ്. ഇദ്ദേഹത്തിന് ലൈം ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. ഞാൻ ഫ്ലാറ്റിൽ പോയി, ഞാനും കൂടെ ഉണ്ടായിരുന്ന ആ പയ്യനും കൂടി ആ സമയത്ത് രാത്രി 11-12 മണി എന്തായപ്പോ ഫ്ലാറ്റിൽ പോയി ലൈമൊക്കെ വാങ്ങിക്കൊടുത്ത് ഉണ്ടാക്കിക്കൊണ്ട് ഇദ്ദേഹത്തിന് കൊടുത്തു. അപ്പൊ ഇദ്ദേഹം ഉണ്ണിയേട്ടൻ ഫ്ലാറ്റ് കിടന്നിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ രാത്രിക്ക് തന്നെ ഞാൻ അവിടെ പോരുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഒരു 11 മണിയോട് കൂടിയൊക്കെയാണ് ഞാനത് അറിയുന്നത്. ഇദ്ദേഹം ഭയങ്കര സീരിയസ് ഒരു കണ്ടീഷനായിട്ട് ഞാൻ ഇതറിയുന്നത്. എന്നെ ആരും വിളിച്ചു പറഞ്ഞില്ല, കാരണം എന്നെ വിളിച്ചു പറയാൻ ഇദ്ദേഹം വിളിച്ചു പറയേണ്ടത്. പിന്നെ എന്റെ സർവന്റ് മറ്റേ പയ്യനും എന്നെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോൾ ഇദ്ദേഹം വല്ലാത്തൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ആ സമയത്ത് ഇതേപോലെ തന്നെ ഡോക്ടർമാരും അവിടുത്തെ അരുൺ ഡോക്ടർ, പിന്നെ അമൃത ഹോസ്പിറ്റലിലെ സ്വാമി, അങ്ങനെ ഒരുപാട് പേര് ഇദ്ദേഹത്തിന്റെ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് പേര് കെയർ ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരാൾ നന്നാവാത്തത് നമ്മുടെ കുഴപ്പമില്ല, അദ്ദേഹത്തിന് നന്നാക്കാൻ നമുക്ക് പല രീതിക്ക് നോക്കാം എന്ന് പറയുന്ന പോലെ ഒരുപാട് പേര് അമൃത ഹോസ്പിറ്റലിൽ വളരെയധികം ഈ പറഞ്ഞ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ചെയ്യാവുന്ന എല്ലാ ഫെസിലിറ്റീസും ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം പറയുന്നത്, എനിക്ക് തോന്നുന്നു എലിസബത്തിന്റെ ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവാണ്, ഇദ്ദേഹത്തിന്റെ ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവാണ്. എന്തുകൊണ്ട് എലിസബത്ത് കൊടുത്തില്ല എന്നൊരു ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. എലിസബത്ത് കൊടുക്കാൻ തയ്യാറായിരുന്നു, വാങ്ങാൻ ഇദ്ദേഹം തയ്യാറായിരുന്നില്ല. ഒരു സ്ഥലത്തുനിന്നും ഈ പരിപാടി ലിവർ എന്ന് പറയുന്ന ഒരു സാധനം, കോഴിയുടെ ലിവർ കേട്ടോ, അത് കോഴി എന്താ എനിക്കറിയില്ല, ആ സാധനം അത് കിട്ടില്ല എന്നറിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം വീണ്ടും ഇവരെ സമീപിക്കുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ഈ എലിസബത്തിനെ ഇവിടേക്ക് കയറ്റരുത് എന്നാണ് പറഞ്ഞിരുന്നത്. ഇത്രയും സീരിയസ് ആയപ്പോഴും ആ പാവം എന്റെ പപ്പയും മമ്മിയും എല്ലാവരും കൂടി ആ സമയത്ത് എലിസബത്തിന്റെ ഒരു ചേട്ടൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, എന്തോ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്താ പറയാ, എനിക്ക് അവിടെ ഉണ്ട് അദ്ദേഹം ആ സമയത്ത്. ഇവരെ ആരും കയറ്റി വിടണ്ട എന്നാണ് പറഞ്ഞത് ഈ പറഞ്ഞ സുപ്രധാന ആക്ടർ തന്നെയാണ്. ഈ ആക്ടർ പറഞ്ഞിട്ട് താഴത്തേക്ക് ഈ കാര്യങ്ങൾ അറിയിച്ചതും സെക്യൂരിറ്റി ടീമിനെല്ലാം വിളിച്ച് പറഞ്ഞ് എലിസബത്ത് വരാണെങ്കിൽ കയറ്റി വിടരുന്നത് പറഞ്ഞതും ഞാനാണ്. ആര് പറഞ്ഞിട്ട്? സുപ്രധാന നടൻ പറഞ്ഞിട്ട്, അണ്ണ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പോ പിന്നെ എന്തുകൊണ്ട് ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന കാര്യങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ, സപ്പോസ് കൊടുത്താൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തലയിലാവും. എവിടെ നമ്മുടെ അണ്ണാത്തേരെ ബഡ്ജറ്റില്ലേ മൊത്തം ഇവര് കൊണ്ടുപോകും എന്ന് അണ്ണൻ വിചാരിച്ചു. അപ്പൊ അണ്ണൻ എന്താ വേണ്ടേ? അണ്ണന് വേണ്ടത് അവിടെ കെയറിങ്ങിന് ഒരാൾ മാത്രം മതി. അപ്പൊ ആ സമയത്ത് വേറൊരു പുതിയൊരു ഡോണർ വരുന്നു. ഈ സുപ്രധാന നടന്റെ ഒരു ജിം ട്രെയിനർ ആയിരുന്ന ഒരാള്, അവരുടെ ഒരു കൂട്ടുകാരൻ, അവരെ ഈ പറഞ്ഞ ആക്ടറുടെ കൂടെയുള്ള മറ്റൊരു എന്താ പറയാ ആക്ടർ അവരുടെ കെയർ ഓഫിലാണ് ഇത് തന്നെ. ഞാനാണെങ്കിൽ സത്യമായിട്ട് എന്റെ ലിവർ അല്ല ഒരു സാധനം ഞാൻ കൊടുക്കില്ല. 10 വയസ്സാണ്, ചത്തുപോയി എന്ത് ചെയ്യും? ഒരു ഗുണമില്ല അയാൾ കൊടുത്തിട്ട്. സഹാനുഭൂതി നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, കാശ് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. 25 ലക്ഷം കൊണ്ട് ജീവിതം കിട്ടുമോ? കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാനത് ഇവർ കൊടുക്കാൻ തയ്യാറായിരുന്നു, അതെനിക്കറിയാം. പിന്നെ ലീഗൽ പേപ്പറിൽ ഒരിക്കലും ഈ എലിസബത്ത് ലീഗലായിട്ടല്ല മാരേജ് കഴിഞ്ഞിട്ടുള്ളത് ഇവരുടെ. ആ സത്യം ഞാൻ അറിയുന്നത് ആ സമയത്താണ്. കാരണം അവിടെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല, ഈ പറഞ്ഞ സുപ്രധാന നടന്റെ വൈഫാണ് എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് എലിസബത്തിന്റെ ഒരു ആവശ്യം വന്നില്ല. അപ്പൊ എലിസബത്ത് അവിടെ നിന്ന് എന്തായി? കെയർ ടേക്കർ. ഓക്കെ, അപ്പോഴും ഇദ്ദേഹം കേട്ടോ നമ്മളോട് പറയുന്നത് എന്താ? എലിസബത്തിനെ കേറ്റരുത്,
അവള് ലൂസ്. അത് കഴിഞ്ഞിട്ട് അതേ അറ്റേ ടൈമില് മച്ചാൻ എന്ത് ചെയ്യണേ, കോളാണ് രാത്രി കിടന്നിട്ട് ആർക്ക്, എലിസബത്തിന്. ഇത് എലിസബത്ത് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ എങ്ങനെയുണ്ട് ഇദ്ദേഹത്തിന്റെ പരിപാടി? ഇദ്ദേഹത്തിന്റെ എന്താ പറയാ, വല്ലാത്തൊരു അവസ്ഥയിൽ ഞാൻ സ്വന്തം ചേട്ടനെ പോലെ ഞാൻ കരുതിയിരുന്നത്. നമ്മളിപ്പോ നമ്മുടെ ചേട്ടൻ ഒരു അസുഖ കാര്യങ്ങളൊന്നും നമ്മൾ കൂടെ നിൽക്കും. അങ്ങനെയാണ് ആദ്യത്തെ 10 ദിവസം ഞാൻ നിന്നത്. എന്നിട്ടാണ് ഞാൻ 25 ലക്ഷത്തിൽ ഓടിപ്പോയ ഒരാളായത് കേട്ടോ. അതിനുശേഷം ഇത് കേട്ടിട്ടും ഞാൻ എന്റെ ദുഃഖവെള്ളി ഈസ്റ്ററും പെസവ്യാഴവും കളഞ്ഞിട്ട് ഞാനും എന്റെ സഹോദരിയായ എലിസബത്തും പിന്നെ സുപ്രധാന നടന്റെ സുപ്രധാന കൂട്ടുകാരനായ വേറൊരു ആക്ടറും ഞങ്ങൾക്കൊന്നും അവിടെ നിൽക്കാൻ പ്രാന്തൊന്നുമില്ല, ഓളല്ല. പക്ഷെ സുപ്രധാന നടന്റെ സുപ്രധാന കൂട്ടുകാരൻ നിന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. അത് ബെസ്റ്റ് ഒരു ടൈപ്പായിരുന്നു. ആ മച്ചാനെ പറ്റി ഞാൻ ഒരിക്കലാണ് വിചാരിച്ചില്ല. അത് കുഴപ്പമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വരുമ്പോ ഈ ഡോണറില് ഈ നമ്മുടെ പ്രധാന ആക്ടറുടെ എല്ലാ പേപ്പർ വർക്ക് കാര്യങ്ങള്, ഹൈബീഡിന്റെ അവിടെ പോയിട്ട് നമുക്കൊരു ലെറ്റർ വാങ്ങണം, പിന്നെ വില്ലേജ് ഓഫീസിൽ പോകണം. വില്ലേജ് ഓഫീസിലൊക്കെ ചെന്നപ്പോ ഈ സുപ്രധാന നടൻ പറഞ്ഞു അവിടെ പോയാൽ മതി, ഇവരെ ചെപ്പറ്റ് എനിക്ക് കിറ്റാം. അവിടെ ചെന്നപ്പോ വില്ലേജ് ഓഫീസർ ഇയാളാരാന്ന്. അപ്പൊ ഇദ്ദേഹത്തിന് ഇവിടെ വലിയ കാര്യമായിട്ടുള്ള പ്രൂഫോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഇതിന് കുറെ ലീഗൽ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പേപ്പർ വർക്കിന് വേണ്ടിയിട്ട് ഞാനും എന്റെ ഒരു സുഹൃത്തുമാണ്. അപ്പൊ ഞാൻ ഈ സുഹൃത്തുക്കളെ എന്ന് പറയുകയാണെങ്കിൽ 2-3 പേരുണ്ട് സിനിമയിൽ ഉൾപ്പെടുന്നു. അല്ലാതെ ഇവരൊക്കെ ഞാൻ പറയുന്നതിനെ അനുകൂലിച്ച് പറയുമെന്ന് എനിക്കറിയില്ല. അതെനിക്കൊരു ഉറപ്പില്ല. കാരണം അവർ തമ്മിലുള്ള ബന്ധവും ഞാൻ തമ്മിലുള്ള ബന്ധവും ഞാൻ അദ്ദേഹത്തിന് അറിയുന്നത് ഈ പറഞ്ഞ പോലെ കണ്ടും വളരെ കുറച്ച് നാളുകളാണ്. എന്തായിരിക്കും ഇനി എനിക്ക് വരുന്നതെന്ന് എനിക്കറിയില്ല. ഇവരൊക്കെ എന്റെ കൂടെ നിൽക്കുമെന്ന് അറിയില്ല. പക്ഷെ ഞാൻ കണ്ടത് പറയും. ഞാനാണ് അത് ചെയ്തിരുന്നത്. അമൃത ഹോസ്പിറ്റലിലെ CCTV വരെ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാണ് അത്ര ദിവസം ഞാൻ പോയത്. എത്ര തവണ ഞാൻ പുറത്തോട്ട് ഇറങ്ങി പോയി, അകത്തോട്ട് ഇറങ്ങി പോയി, അവിടുത്തെ സെക്യൂരിറ്റിമാർ തുടങ്ങി എല്ലാവർക്കും അറിയാം. മീഡിയ കവർ ചെയ്തതിൽ എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ അവിടെ പൂർണ്ണമായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഇദ്ദേഹത്തിന്റെ നില അത്യാവശ്യം സെറ്റായി കുഴപ്പമില്ലാത്ത രീതിയിൽ. അപ്പൊ ഈ ഡോണേഴ്സിനെല്ലാം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഡോണേഴ്സിനെ നോക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഏകദേശം എത്രയോ കൊല്ലം മുമ്പ് തമിഴ്നാട്ടിൽ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് ഡോക്ടർമാരോടൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് ഈ ഒരു അസുഖം ഉണ്ടെന്നും ഇത് മാറ്റി വെക്കണമെന്നും ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ അറിയായിരുന്നു. ഇദ്ദേഹത്തിന് വേണ്ടത് ഫ്രീ ലിവർ ആയിരുന്നു. ഓക്കെ, ഫ്രീ ആയിട്ട് എവിടെയാണ് കിട്ടുന്നത്, പക്ഷെ നമ്മൾ കാശൊന്നും കൊടുക്കില്ല. എന്നിട്ട് നമ്മുടെ കൊച്ചിൻ ഹനീഫ് പറഞ്ഞ പോലെ പാന്റ് വേണം, 1000 കാശ് തരുള്ളൂ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അന്ന് രാത്രി ഇത്രയും ക്രിട്ടിക്കൽ ആയി കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ ആ പയ്യനെ, തമിഴ് പയ്യനെ അവിടെ നിർത്തിയിട്ട് ഞാൻ ഫ്ലാറ്റിലോട്ട് മടങ്ങി പോവാണ്. ഈ സുപ്രധാന നടന്റെ ഫ്ലാറ്റിലോട്ട് മടങ്ങി പോവാ. അവിടെ എത്തിക്കഴിഞ്ഞ് 2 മണിയായപ്പോ എനിക്ക് കോള് വരാണ്. രാത്രി 2 മണിക്ക് ഈ പറഞ്ഞ ആക്ടർ വോമിറ്റ് ചെയ്തു, ഒരുപാട് ബ്ലഡ്. അപ്പൊ ആ പയ്യൻ വോമിറ്റ് ചെയ്തതിന്റെ ബ്ലഡിന്റെ എല്ലാം ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നു. എനിക്ക് അയച്ചു തന്നത് ഞാൻ എലിസബത്തിന് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് തോന്നുന്നു. അപ്പൊ ആ സമയത്താണ് ഇദ്ദേഹം എലിസബത്തിനെ വിളിക്കുന്നത്. എലിസബത്ത് ഇല്ലാതെ പറ്റില്ല എന്ന രീതിയിൽ എലിസബത്ത് അവിടെ നിന്ന് തുടങ്ങിയാണ് എൻ്റർ ആവുന്നത്. അവിടെ നിന്ന് തുടങ്ങി എലിസബത്ത് ഉണ്ട്. ഓക്കെ, എന്താ പറയാ, ഈ അണ്ണന്റെ കാര്യത്തിൽ ഇതേപോലെ വന്നപ്പോ അണ്ണൻ തന്നെ വിളിച്ചു വരുത്തി, നിങ്ങളില്ലാതെ ഞാൻ ഇതിലോട്ട് പോകില്ല എന്ന രീതിയിൽ പോയി. അവിടെ നിന്നാണ് ഈ പറഞ്ഞ എലിസബത്ത് അവിടേക്ക് എൻ്റർ ആവുന്നത്. അവിടെ നിന്നാണ് ഞാൻ ഈ എലിസബത്തിനെ പറ്റിയുള്ള എന്റെ സഹോദരി എന്നോട് കുറെ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. അവിടെയാണ് ഞാൻ അവരോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് ലൂസാണോ വട്ടാണോ എന്നൊക്കെ ഞാൻ നിങ്ങളോട് ചോദിച്ചു. വേറെ ചോദിക്കരുത്. അവർക്ക് അവർ ഉപദേശം കൊടുത്തു. അവർ പറഞ്ഞ കുറെ കഥകൾ അതിനെ ഞാൻ മനസ്സിൽ അടക്കി പിടിച്ച് നടന്നു. കൊല്ലരുണ്ടായില്ല. ഇപ്പോ ഇപ്പോഴെങ്കിലും അത് പറയണം. ഒരാൾ ഇത്രയൊക്കെ ഇരുന്ന് പറഞ്ഞിട്ട്, കാരണം ഇത് ഞാൻ നേരിട്ട് വന്ന് പറഞ്ഞൊരു കാര്യമില്ല, അവര് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഈ പ്രഹസനങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ. ആക്ടറിന്റെ വളരെ ഓവറാണ്. മലയാളികൾ എന്താ മണ്ടന്മാരോ? അല്ല, മനുഷ്യന്മാരെല്ലാവരും മണ്ടന്മാരാണോ? തമിഴ് എന്തോ ആയിക്കോട്ടെ, ഏത് സ്റ്റേറ്റ് ആയിക്കോട്ടെ, ഏത് സ്റ്റേറ്റിൽ പോയാലും ഇന്ത്യയിലുള്ള എവിടെ പോയാലും നമുക്കൊരു ന്യായം കിട്ടണ്ടേ, ഒരു നീതി കിട്ടണ്ടേ? ഇദ്ദേഹത്തിന്റെ ഡോണറിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആലപ്പുഴയിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് വന്നത് ഇദ്ദേഹത്തിന്റെ അമ്മയുടെ അനിയത്തിയും അവരുടെ ഹസ്ബൻഡുമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അതൊക്കെ നിങ്ങൾ ആ ഫോട്ടോയിൽ കണ്ടറിയാം. പിന്നെ എന്തോ മനഃപൂർവ്വം ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ സർജറിയുടെ സമയത്ത് എന്തിനാണ് ഒരു കേക്ക് പ്രവർത്തനം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞ് ഞാനാണ് കേക്ക് വാങ്ങിയത്. ഈ സുപ്രധാന നടൻ ആ റൂമിൽ വെച്ചിട്ട് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഭംഗിയുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പാസമെല്ലാം ഒഴുക്കിയിട്ടൊരു വീഡിയോ. ആ വീഡിയോ എടുത്തത് ഞാനാ. അതിന് മറ്റുള്ള ആൾക്കാരെല്ലാം, അവിടെ വന്ന ആൾക്കാർ അവരെല്ലാം വന്നത് ഇതിന് അമ്മയ്ക്ക് വരാൻ പറ്റില്ല, അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്ക് ബദലായിട്ട് അമ്മേരെ അനീതി വരുന്ന രീതിയിലാണ് അവിടെ ബാക്കി എല്ലാ പ്രൊസീജിയറും നടന്നു പോയിരുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് ഇത് എവിടെ പറയാൻ ഞാൻ തയ്യാറാണ്. പിന്നെ അതുപോലെ തന്നെ ഡോണറിന് ഇത് ഞങ്ങൾ സംസാരിച്ച് ഡോണറിന് നമ്മൾ പണം കൊടുക്കണല്ലോ. പണം കൊടുക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒരു കട്ടിലുമ ചമ്മരം അടിച്ചിരുന്നുണ്ട്. ഞാൻ പറഞ്ഞു അവര് ഈ സുപ്രധാന നടന്റെ സുപ്രധാന കൂട്ടുകാരെ, പേരൊന്നും പറയില്ല കേട്ടോ, സുപ്രധാന കൂട്ടുകാരനും ഞാനും കൂടി ഇരിക്കുമ്പോൾ ഞങ്ങൾ പറയാണ് 25 ആണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വേറെ സ്ഥലത്ത് ഇത് അവൈലബിൾ ആവോ എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് സ്ഥലത്ത് ഞാൻ നോക്കിയായിരുന്നു. അപ്പൊ അങ്ങനെ ഏജന്റുമാരുടെ അടുത്ത് അവരുടെ അടുത്ത് അങ്ങനെ നോക്കിയപ്പോൾ അവർ പറയുന്ന ഞാൻ ആരാള് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ജസ്റ്റ് എന്താണ് ഇതിന്റെ റേറ്റ്, ഇവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ റെഡി ആണെന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചപ്പോൾ ഏകദേശം ഒരു 25 lakhs നമുക്ക് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോ ഇദ്ദേഹം കട്ടിലിരുന്നിട്ട് ചോദിക്കുക, ഇദ്ദേഹത്തിന് റയർ ഗ്രൂപ്പായ ഒരു ഇതിന്ന് ഇദ്ദേഹത്തിന് വേണ്ട ഒരു ഓർഗൻ കിട്ടി. എന്നിട്ട് ഇയാള് പറയാണ് 25 ലക്ഷം കേക്കരടാ, എന്നെ എല്ലാവരും കൂടി പറ്റിക്കാനോടാ. ഇതാണ് ഇദ്ദേഹം ചോദിക്കണേ. സ്വന്തം ശരീരത്തിലെ അദ്ദേഹം തന്നെ കുടിച്ച് നശിപ്പിച്ചൊരു സാധനം റീപ്ലേസ് ചെയ്യാൻ ഒരാൾ തരാമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന വരികയാണ്. ഇദ്ദേഹമാണ് നമ്മുടെ ഒരു
റെമ്യൂണറേഷൻ കേസില് എനിക്ക് ഒരു ദിവസം 1,00,000 രൂപ. എന്താ അല്ലേ? ഞാൻ പറയട്ടെ, എനിക്കറിയില്ല, ഞാനിത് ഇപ്പൊ ഞാൻ പറയുന്നത് സത്യം പറഞ്ഞ് ഈ ഇദ്ദേഹത്തിന്റെ പ്രകസനങ്ങൾ കാണുമ്പോൾ കമ്മീഷണർ ഓഫീസിന് മുമ്പിൽ നിന്ന് വരെ ഇതേപോലെ പറയുമ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണോ എന്നെനിക്ക് തോന്നിപ്പോണ്ട്. എന്താ അത്? നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഇരകളാവുന്ന സ്ത്രീകൾക്ക് ഒരു സുരക്ഷയില്ല ഇവിടെ. മാപ്രകളൊക്കെ എന്ത് ചെയ്യാണ്? യൂട്യൂബുകാർ മാത്രമുള്ള ഇവിടെ ഒരു കാര്യം കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. കീഴ്വായു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പോ വരും, ലൈവിൽ വരും, അല്ലാതെ കേസെടുക്കും. ഒരു പെൺകുട്ടി ഇരുന്നിട്ട് അവർക്ക് ഉണ്ടായ അനുഭവങ്ങൾ വ്യക്തമായിട്ട് ക്ലാരിറ്റിയോട് കൂടി തെളിവുകൾ അവരുടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സ്വമേധയെ കേസെടുക്കാൻ ഇവിടെ ആരും തയ്യാറാവുന്നില്ലെന്ന്. അപ്പൊ ഇവിടെ നമുക്ക് എന്താ ഉറപ്പ്? ഒരു രക്ഷയില്ല, ഒന്നുമില്ല. ഇദ്ദേഹത്തിന് പണവും മദ്യവും സ്വാധീനവും ഉപയോഗിച്ചിട്ട് ഒരുപാട് യൂട്യൂബ് കുടിക്കാനൊക്കെ കുറെ കൊടുത്തു കഴിഞ്ഞാൽ 2 വീഡിയോ, അത് ചെറിയ പിള്ളേരാണ്. ഇപ്പൊ അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇപ്പൊ ഒരു ഫോൺ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഒരു ചാനൽ തുടങ്ങണം, അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള ആൾക്കാർ ഒരുപാട് പേര് ഒരു ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇദ്ദേഹം അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ഒരു സോഷ്യൽ മീഡിയയിലേക്ക് നിറഞ്ഞെടുക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അവരവരുടെ വീഡിയോസിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് ഉപയോഗിക്കുന്നുണ്ടാകാം. ഇദ്ദേഹം അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടാവാന്നല്ല, ഉണ്ട്, അതെനിക്കറിയാവുന്നതാണ്. പിന്നെ ഇദ്ദേഹത്തിന് ഒരു അവാർഡ് കിട്ടിയായിരുന്നു ആ സമയത്ത്, നമ്മുടെ ദർബാർ ഹാളിൽ വെച്ചിട്ടെന്തോ. ആ അവാർഡ് കിട്ടിയത് ഞാൻ ഏതൊരു തരത്തിൽ ഞാൻ ചിന്തിച്ചിട്ട് ആ സമയത്ത് സമീപകാല പടത്തില് ഇദ്ദേഹത്തിന് എന്തിനെന്ന് എനിക്ക് തോന്നിപ്പോയിരുന്നു. വളരെ വിവാദമായ ഒരു സിനിമ, ഞാൻ പേരൊന്നും പറയാൻ പറ്റില്ല, ഭയങ്കര പ്രശ്നമാണ് നമുക്ക് സംസാരിക്കാൻ. വിവാദമായിട്ടുള്ള ഒരു പ്രസ്താവന റെമ്യൂണറേഷൻ തുടർന്നുള്ള ആ സിനിമയുടെ പ്രകടനത്തിനാണ് ഇദ്ദേഹത്തിന് അവർ അവാർഡ് കൊടുത്തത്രേ. എന്താ അല്ലേ? നിങ്ങൾ ആ പടം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇദ്ദേഹത്തിന് മാറ്റിയിരുന്നെങ്കിൽ ആ പടം വിജയിച്ചേനെ, അല്പം കൂടി ഒരു നല്ലൊരു ഗ്രാഫിലോട്ട് ഉയർന്നേനെ എന്ന് എനിക്ക് തോന്നുന്നു. മനോജ് കെ ജയൻ തന്നെയായിരുന്നു നല്ലത്. മനോജ് അണ്ണൊക്കെ ശരിക്കും പൊളിച്ചേനെ. ഈ എണ്ണം വന്ന് കളഞ്ഞുപോയി, എല്ലാം പോയി. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാര്യം. പൈസ കൊടുത്തിട്ടുണ്ടോ ചോദിച്ചാൽ പൈസ കൊടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തമിഴ്നാട്ടിലാണ് പരിപാടി നടന്നിട്ടുള്ളത്. ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല, നടന്നിട്ടുണ്ട്. അല്ലാതെ ആരും, എനിക്ക് തോന്നുന്നില്ല, നിങ്ങളാണെങ്കിലും ആരാണെങ്കിലും വെറുതെ ഒന്നും ആരും ലിവറൊന്നും കൊടുക്കില്ല, ഭ്രാന്തോ നമുക്ക് ആരും കൊടുക്കില്ല. അപ്പൊ അതിൽ നടന്നിട്ടുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ. ഇതൊക്കെ വലിയ കുറ്റകൃത്യങ്ങളാണ്. ഈ കുറ്റകൃത്യങ്ങളില് ഞാനൊരു സ്ഥലത്തും എനിക്കിതെല്ലാം അറിയാം എന്നല്ലാതെ അത് മാത്രമേ പറയുള്ളൂ, ഞാനൊരു സ്ഥലത്ത് പങ്കാളിയായിട്ടില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. ഇത് നിങ്ങളോട് ഇപ്പോഴെങ്കിലും പറയണം, അല്ലെങ്കിൽ എനിക്കിത് പറയാൻ പറ്റില്ല. ഞാൻ ഇത് സാധനം എവിടെ പോയി പറഞ്ഞാൽ അതൊക്കെ വാലിഡ് ആയിട്ട് ഒരു പേപ്പറിൽ എഴുതിയെടുക്കുമോ എന്താണ് അതിൽ വന്നതെന്നൊന്നും എനിക്കറിയില്ല. നമുക്കൊരു ക്ലാരിറ്റി ഇല്ല. സൊസൈറ്റി സിസ്റ്റം ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒട്ടും ശരിയല്ല. പണം സ്വാധീനമാണ് ഇവിടെ മേൽക്കോയ്മ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് നമ്മൾ എത്രയോ കാര്യങ്ങൾ കാണുന്നു. കണ്ണി പൊടിയിടുന്ന കുറെ തന്ത്രങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും അനുവദിച്ചു കൊടുത്തൂല. ഇത്രയും ആൾക്കാർ ഇത്രയും സത്യം അറിഞ്ഞിട്ട് ഒരു എന്താ അത്, എന്ത് നാടാണത്? കേരളത്തിലേക്ക് എങ്ങനെ ജീവിക്കുന്നത്? പിന്നെ സുപ്രധാന ആക്ടർ പറയുന്നുണ്ടായിരുന്നു ഏതോ ഒരു പെൺകുട്ടിക്ക്, അത് മാധ്യമക്കാരും, എനിക്കറിയില്ല മാധ്യമക്കാർ പൊട്ടന്മാരാണെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം അവര് പറയാൻ വരുന്നത് എന്റെ പേരല്ല, ഞാൻ റേപ്പ് ചെയ്ത്, അത് എന്റെ ആളെ നെക്സ്റ്റ് പോകുന്ന പരിപാടി എന്താണെന്നറിയാം, ഞാൻ റേപ്പ് ചെയ്തു, അത് ചെയ്തു, ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഇത് കൊടുത്തുന്ന്. കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി സാധാരണക്കാർ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ പോയിട്ട് കാശ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർക്കാർ ആശുപത്രി പോണത്. അവിടെ ക്രമേണ പൈസ കുറവായിരിക്കും ഉണ്ടാകുന്നത്. എന്റെ അറിവിൽ ഇദ്ദേഹം അത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ചിലപ്പോൾ ഒരു എറണാകുളം മെഡിക്കൽ കോളേജിലുള്ള ഡോക്ടറൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഇന്നൊരാൾ വരുമ്പോൾ ഗവനിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. ഗവനിക്കുക എന്ന് പറഞ്ഞാൽ ഓക്കെ, നമ്മുടെ ആക്ടർ പറഞ്ഞിട്ട് വരുന്നതാണ് എന്നുള്ള ഗവനം മാത്രമേ കിട്ടുള്ളൂ, അല്ലാതെ വേറെ പൈസ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ വ്യക്തി ഒരുപാട് ചാരിറ്റി ഒക്കെ ചെയ്യുന്നുണ്ട്. എപ്പോ പോയാലും 1 കൊട്ട മണ്ണിലാവുന്നാലും 100 കൊട്ട മണ്ണിലാവുന്നാലും നിങ്ങൾ കിട്ടുന്ന തുക ഒന്ന് തന്നെ 10,000. അത് വിട്ട് അവിടുന്ന് വരില്ല. അതിന് ഇദ്ദേഹം ഒരുപക്ഷെ സോഷ്യൽ മീഡിയ കാര്യങ്ങളിലിട്ടിട്ട് വൈറലാക്കി അതാകും. ആരെങ്കിലും ഒരാള്, ഞാൻ പഠിച്ചിട്ടുള്ളത് വലം കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടം കൈ അറിയരുതെന്നാണ്. നമ്മളൊരു ചാരിറ്റി ആണെങ്കിൽ എന്തിനാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാനാണോ ചാരിറ്റി? ഞാൻ അങ്ങനെ ചെയ്യില്ല. എത്രയോ ആൾക്കാർ, എത്രയോ നടന്മാർ ചെയ്തിരുന്നു, എത്രയോ അവർക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്പന അർത്ഥം കിട്ടിയ അർദ്ധരാത്രിക്ക് കുട പിടിക്കുന്ന കേട്ടോ, അതാണ് ഈ ഐറ്റം. പിന്നെ പറയാനുള്ളത് ഈ തോക്കിലെ കാര്യം നമ്മൾ പരാമർശിച്ചിരുന്നുള്ളൂ, ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ അമൃത ഹോസ്പിറ്റലിൽ ഇദ്ദേഹം അഡ്മിറ്റ് ആവുന്ന ഫുൾ ടൈമിലും അതിനൊക്കെ മുമ്പ് പോയ സമയത്തും 2 തോക്കും ഇദ്ദേഹത്തിന്റെ ബാഗിലുണ്ട്. ആ സമയത്ത് ബാഗല്ല, വലിയൊരു സ്യൂട്ട് കേസ് ആയിരുന്നു. ആ സ്യൂട്ട് കേസിൽ ഈ 2 സാധനമുണ്ട്. കാരണം അദ്ദേഹത്തിന് പേടിയുണ്ടാകാം, അദ്ദേഹത്തിന്റെ ജീവനെ പറ്റി പേടിയുണ്ടാകാം, അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം നൽകിയില്ല. അദ്ദേഹത്തിന്റെ കൈവശം എപ്പോഴും 2 തോക്ക് ഉണ്ടാവാറുണ്ട്. ഒരു ഒറിജിനൽ എന്ന് പറയുന്നത് എന്താ പറയുക, എയർഗൺ പോലത്തെ സംഭവം, പിന്നെ വേറൊന്നും. ഇത് തലവണയുടെ അടിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം കിടക്കാറുള്ളത്. പലപ്പോഴും ഞാൻ അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ താമസിക്കുന്ന സമയത്ത് എന്താ പറയാ സിറ്റോട്ടും കൂടെ എന്താ പറയാ പുറത്താണ്, മുറിക്ക് പുറത്താണ് ഈ സംഭവം തൂക്കിയിരിക്കുന്നതെങ്കിൽ അത് എടുത്തുകൊണ്ട് വരാൻ എന്നോട് പറയാറുണ്ട്. ഞാൻ അതെടുത്ത് അദ്ദേഹത്തിന് കൊടുക്കാറുണ്ട്. അദ്ദേഹം തലവണയുടെ അടിയിൽ വെച്ചിട്ടാണ് കിടന്നുറങ്ങാറ്. പിന്നെ പറയാനുള്ളത് റെമ്യൂണറേഷൻ UMF എന്ന് പറഞ്ഞ ഉണ്ണി മുകുന്ദന്റെ
കമ്പനി പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്ന് നമ്മൾ ഈ ഡൊണേഷൻ ഒക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ഈ 6 മാസത്തെ 1 ഇയർ ഒക്കെ സ്റ്റേറ്റ്മെന്റ് കാണിക്കണം. നമ്മൾ പണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല എന്ന് പറഞ്ഞ് ഡോണറും കാണിക്കണം, ഈ നമ്മൾ സ്വീകരിക്കുന്ന ആൾക്കാർ കാണിക്കണം. അപ്പൊ അത്തരത്തിൽ കാണിച്ചപ്പോ ഞാനാണ് ഈ HDFC അങ്ങനെ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ നമ്മൾ 2-3 ബാങ്കിന്റെ വാങ്ങിയിരുന്നു, അതിൽ കൊള്ളാവുന്ന ഒരു ഇത് നോക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത്തരത്തിൽ കൊടുത്ത സമയത്ത് ഞാൻ വെറുതെ പേജ് മറിച്ച് നോക്കിയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് റെമ്യൂഡേഷന്റെ കാര്യം. ഇദ്ദേഹത്തിന് ഈ റെമ്യൂഡേഷൻ ഈ പറഞ്ഞ UMF എന്ന് പറഞ്ഞ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വ്യക്തമായി അദ്ദേഹത്തിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അദ്ദേഹം പറയുന്ന നുണയല്ലേ? എന്തൊക്കെ നുണകളെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? ഇദ്ദേഹത്തിന്റെ പ്രീവിയസ് വീഡിയോസ് എല്ലായിടത്തും നോക്കി ഇദ്ദേഹം കാണിക്കുന്ന എല്ലാത്തിലും അറിയാം. ഒരേ പാറ്റേൺ ആണ് അദ്ദേഹം സംസാരിക്കുന്നതെല്ലാം. ഇദ്ദേഹത്തിനോട് ഒരു അലിഗേഷൻ വന്ന അപ്പൊ തന്നെ അലിഗേഷനെ പറ്റി സംസാരിച്ച് തുടങ്ങിയതിന് ശേഷം നെക്സ്റ്റ് ഇയാൾ പറയുന്നത് ആരെങ്കിലും ചാറ്റ് ചെയ്ത കാര്യമായിരിക്കും. നിങ്ങളിതെല്ലാം കേട്ടിട്ടൊന്ന് പറയട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതൊക്കെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ കൂറുമാറും എന്നെനിക്ക് നല്ല ഉറപ്പാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഞാൻ പറയാം. നിങ്ങൾ എന്തായാലും ഇത്ര പേര് വീഡിയോസ് കാണുമെന്ന് അറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി താഴെ ഒരുപാട് കമന്റ്സ് തന്നു. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. എനിക്കറിയില്ല ഞാനിത് എത്ര വീഡിയോ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റും, എന്റെ ചാനൽ ബാനായി പോവോ, റിപ്പോർട്ട് അടിച്ച് കളയോ, ഒന്നും എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ അതാണ് ഞാൻ നിങ്ങളോടെല്ലാം ഷെയർ ചെയ്യാൻ തന്നെ. ആരൊക്കെ മാറിയാലും ഞാൻ മാറില്ല. ഞാൻ ഈ പറഞ്ഞ എന്റെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. കാരണം ഇതിപ്പോ ഈ പറഞ്ഞ അണ്ണന് ചിലപ്പോൾ എന്നെ എന്താ പറയാ കൊല്ലാൻ പറ്റിയിരിക്കും, തോൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ പറയും, എവിടെയും പറയും 100%. കാരണം ഞാനത് പറയണം. അല്ലെങ്കിൽ ഇന്ന് ഈ എന്റെ സഹോദരി എലിസബത്തിന് സംഭവിച്ചത് അല്ലെങ്കിൽ അതിനേക്കാൾ മുമ്പ് മറ്റാളുകൾക്ക് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ തുടരും. അത് ഒരിക്കലും നമ്മൾ അനുഭവിച്ചു കൊടുക്കേണ്ട കാര്യമല്ല. പ്രതികരിക്കണം, നിങ്ങളെല്ലാവരും പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു. ചെകുത്താനുണ്ടായ ഒരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. ചെകുത്താനത് വീഡിയോയിൽ പറഞ്ഞ എത്രമാത്രം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ആ വീഡിയോനെ ബേസ് ചെയ്താണ് പറയുന്നത്. ഒരു അലിഗേഷൻ ചെകുത്താൻ നേരെ വന്നു കഴിഞ്ഞപ്പോൾ ചെകുത്താനോട് പിറ്റേ ദിവസം എന്തോ പോലീസ് സ്റ്റേഷനിലോ അങ്ങനെ എന്തോ വന്ന് ഹാജരാവാൻ പറഞ്ഞിരുന്നു. അപ്പൊ അയാൾ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ പറയുന്നതാണോ, നിങ്ങൾക്ക് അതിൽ നോക്കി അറിയാം, ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഓക്കെ സാർ ഇതേപോലെ തന്നെ. അപ്പൊ തൊട്ട് പിന്നാലെ വന്നത് എല്ലാ ചാനലുകളിലും ഈ പറഞ്ഞ ചെകുത്താൻ എന്ന് പറഞ്ഞ വ്യക്തി ഒളിവി പോയിരിക്കുന്ന എന്നൊരു വാർത്തയാണ് വന്നത്. എന്നിട്ട് ഇദ്ദേഹത്തിന് കോടതിയിൽ ചെങ്ങന്നൂരാണ്ടുള്ള വീട്ടിൽ വാതിൽ ചവിട്ടി പൊളിച്ചിട്ടാണ് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്. പിറ്റേ ദിവസം ഞാൻ സ്റ്റേഷനിൽ വന്നോളാം എന്ന് പറഞ്ഞൊരു വ്യക്തിനെയാണ് തലേ ദിവസം ഇവര് പോയി. ഇതൊക്കെ എന്ത് പ്ലാനിംഗ് ആണെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ഞാൻ പറയാം, എന്റെ വീടിന് വാതിലിന് ഉറപ്പ് കുറവാണ്. വിളിച്ചാൽ മതി. ഈ പറഞ്ഞ സുപ്രധാന നടന് എന്റെ നമ്പർ അറിയാം. അത് പോലീസിനാണെങ്കിലും ആർക്കാണെങ്കിലും കൈമാറി കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴാണോ വിളിക്കുന്നത് ആ സമയത്ത് നിങ്ങളുടെ അടുത്ത് വന്ന് ഹാജരാവാൻ, നിയമം അനുസരിച്ച് ഹാജരാവാൻ ഞാൻ തയ്യാറാണ്. ആരും എന്റെ വാതിൽ ചവിട്ടി പൊളിക്കരുത്, വിലക്കുറവുണ്ട് പ്ലീസ്. ഓക്കെ, അപ്പോ ഇതെല്ലാം റൈറ്റാ റോങ് ആണ് നീങ്ക തന്നെ சொல்ல. ഓക്കെ, എന്റെ തമിഴ് അത്ര ഫ്ലുവന്റ് അല്ല, കൊഞ്ചം താ കിടച്ചത് എണ്ണം കിട്ടെ. ഓക്കെ.